ഭാരതമാതാവിൻ്റെ അവിടെ ഒരു ചിത്രം ഇരിക്കുന്നത് കൊണ്ട് ഖജനാവിലെ പണമൊന്നും ഇറങ്ങിപ്പോകുന്നില്ല. RSSകാരെ അവിടെ പെൻഷന് വേണ്ടിയിട്ടല്ല എസ് ഗുരുമൂർത്തി അവിടെ പ്രഭാഷണത്തിന് വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സതുദ്ദേശപരമായ കാര്യങ്ങളെ ആ രീതിയിൽ നോക്കിക്കാണാതെ വിവാദങ്ങൾ ഉണ്ടാക്കുക, ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ പരത്തുക. ഇപ്പോൾ എസ് ഗുരുമൂർത്തി RSS സൈദ്ധാന്തികനാണ്, അവിടെ ഒരു RSS പരിപാടി നടന്നു എന്നാണ് വരുന്നത്. അങ്ങനെയല്ലല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ അതിനെക്കുറിച്ച് അറിവുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും സാധിക്കും. അത് രാജ്ഭവനിലേക്ക് കടന്നു വരാനോ രാജ്ഭവനിലൊരു പ്രസ്താവന നടത്താനോ ഉള്ള അയോഗ്യതയല്ല അദ്ദേഹം RSSൻ്റെ സൈദ്ധാന്തികനാണ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ നടക്കുന്ന കീഴ്വഴക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഗവർണറുടെ ഓഫീസിൽ അല്ലെങ്കിൽ രാജ്ഭവനിൽ എന്തോ വലിയ കാവ്യ വിപ്ലവം നടക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മാത്രമാണിത്. എന്തായാലും വളരെ നല്ല രീതിയിൽ നടക്കേണ്ട ഒരു പരിപാടി ഇപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ അതിനെ അലങ്കോലമാക്കി എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അലങ്കോലമാക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു പരിപാടി എന്നും നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. എന്തായാലും ഭാരതമാതാവിൻ്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കാൻ ആർക്കൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അതെ, തീർച്ചയായും അതാണ് ഇവരെ അസ്വസ്ഥതപ്പെടുത്തുന്നത്. കാരണം ആ ഒരു അതിനോടാണ് ഒരു അസഹിഷ്ണുത, അതവിടെ ഉണ്ട് എന്ന് അറിഞ്ഞത് മുതൽ ഉള്ള അസഹിഷ്ണുതയാണ്. അതാണ് ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് എത്തിച്ചത് എന്ന് വേണം കരുതാൻ.